അപ്പൊ ശൗനകാദികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് സൂതൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഈശ്വര അവതാരങ്ങളെ കുറിച്ചിട്ടാണ്. പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കാണാം. ഭഗവാന്റെ അവതാരങ്ങൾ എന്തൊക്കെ, ആരൊക്കെ എന്നൊക്കെയാണ് ചോദ്യം. ഈശ്വര അവതാരങ്ങളെ കുറിച്ച്. അവതാരം എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാണ്ട്, ജനിക്കുന്നതല്ല അവതാരം, ആവിർഭവിക്കുന്നതാണ്. ഒന്നിൽ നിന്ന് വേറെ ഒന്നായിട്ട് നമുക്ക് തോന്നുക അല്ലെങ്കിൽ അനുഭവപ്പെടുക. ആവിർഭവിച്ചതിനൊക്കെ തിരോഭാവം, തിരിച്ചും പോകും. ജനിച്ചവരൊക്കെ മരിക്കും എന്ന് പറഞ്ഞ പോലെ ഉണ്ട് എന്ന് തോന്നി അത് ഇല്ലാണ്ടാവുകയും ചെയ്യും. തിരോധാനം ഉണ്ടാവും. ആവിർഭവിച്ചോ തിരോധാനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. ഇതും കൂടി ഓർമ്മിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ അവതാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുരുഷ അവതാരം എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ പുരുഷ അവതാരത്തിനെ കുറിച്ച് പറയുന്നു. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മത്തിൽ നിന്ന് മായ ഉണ്ടായി, മഹത്തത്വം ഉണ്ടായി, അഹങ്കാരമുണ്ടായി, ഗുണങ്ങളുണ്ടായി, അത് ഇന്ദ്രിയങ്ങളായി, അനുഭവ മണ്ഡലങ്ങളായി, ഇങ്ങനെയെല്ലാം കൂടി ചേർന്ന പുരുഷ രൂപമാണ് ആദ്യം. പുരുഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ, ആണ് എന്ന അർത്ഥത്തിലല്ല, ചൈതന്യം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ സൃഷ്ടി ഉണ്ടായി എന്ന് പറയും. അപ്പം ഈ സൃഷ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എന്തിനാണ് ഇതിങ്ങനെ ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ സൃഷ്ടിയായി കാണപ്പെടുന്നത് ഈശ്വരൻ തന്നെ എന്ന് ബോധിക്കണം. അതിനാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞത്. വിശ്വമായി കാണപ്പെടുന്നത് വിഷ്ണുവാണ്. ഇതാണ് ആദ്യം ബോധിക്കേണ്ടത്. ഭിന്നമായിട്ട് നമ്മൾ പലതും കാണുന്നുണ്ട്. ജീവജാലങ്ങളെ കാണുന്നുണ്ട്, സസ്യലതാദികളെ കാണുന്നുണ്ട്, ചരവും അചരവുമായിട്ട് പലതും കാണുന്നുണ്ട്. അങ്ങനെ പല ഇതെല്ലാം ഈശ്വര രൂപത്തിലെ ആവിർഭവിച്ചതാണ് എന്ന് ബോധിക്കാൻ തുടങ്ങിയാൽ അവൻ ഭക്തനായി. ഇതാണ് ആദ്യം മനസ്സിലാക്കണം. ഭാഗവത്തിലെ ബേസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അവതാരങ്ങളെ കുറിച്ചും ശ്രീകൃഷ്ണ അവതാരത്തിനെ കുറിച്ചൊക്കെ പിന്നീട് മുന്നോട്ട് വിസ്തരിച്ച് പറയും. അപ്പൊ ഈ കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പുരുഷ അവതാരം എന്ന് പറയണം. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതാണ് അടുത്തത്. ഇവിടെ കാര്യകാരണ സിദ്ധാന്തം, അങ്ങനൊരു സിദ്ധാന്തമുണ്ട്, ഒരു തിയറി. എന്താണ് തിയറി? കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു. അത് കാര്യമായി നിലനിൽക്കുമ്പോഴും അത് കാരണം തന്നെയാണ്. ഇതാണ് തിയറി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വർണത്തിൽ നിന്ന് സ്വർണ്ണ ആഭരണം ഉണ്ടാകുന്നു. അത് ആഭരണമായി കാണപ്പെടുമ്പോഴും വസ്തു സ്വർണം തന്നെയാണ്. ആഭരണമായിട്ട് പലതും. ഇപ്പം ഒരു ആഭരണം ഉരുക്കി വേറൊരു ആഭരണമാക്കി മാറ്റി എന്ന് വിചാരിക്കാം. വള ഉരുക്കി മാലയാക്കി കഴിഞ്ഞാൽ രൂപം മാറി, സ്വർണം മാറിയിട്ടില്ല. സ്വർണം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ രൂപമായി കാണപ്പെടുന്നതിന് കാര്യവും എന്താണോ അതിന്റെ ആശ്രയ വസ്തു അത് കാരണവും. കാര്യത്തിൽ നിന്ന് കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല എന്നുള്ളത്. സ്വർണ്ണവളയിൽ നിന്ന് സ്വർണം മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ വള ഇല്ലാണ്ടാവും. സൃഷ്ടിയിൽ നിന്ന് ആത്മാവിനെ മാറ്റിക്കഴിഞ്ഞാൽ സൃഷ്ടി ഇല്ലാണ്ടാവും. ഇതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ? സൃഷ്ടിയായിട്ട് കാണപ്പെടുന്നത് സ്രഷ്ടാവ് തന്നെയാണ്. ഇതാണ് ആദ്യം തന്നെ പറഞ്ഞത്, കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ പഞ്ചഭൂതാത്മകം എന്ന് പറയാം, അത് എവിടെ നിന്നുണ്ടായി? ഈശ്വരനിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ഈ കാണപ്പെടുന്നതൊക്കെ ഈശ്വരൻ തന്നെ. ഇന്ദ്രിയങ്ങൾ എവിടെ നിന്നുണ്ടായി? ഈശ്വരനിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളായി കാണപ്പെടുന്നതും ഈശ്വരൻ തന്നെ. ഇങ്ങനെ നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കണം. അപ്പോഴാണ് കാര്യകാരണ സിദ്ധാന്ത പ്രകാരം നമ്മൾ ഈശ്വരനിലേക്ക് എത്തുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ആദിനാരായണ രൂപം എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ രൂപം പറയും.